സോ ഗായ്സ്, ഇന്നത്തെ പ്രൊമോ അടിപൊളി അടിയാണ്. നമ്മുടെ രാജ സംഭവം കഴിഞ്ഞിട്ടില്ല, ജാസ്മിനാണ് രാജാവാവുന്നത്. ഓഫ് കോഴ്സ് അവിടെ അടി പൊട്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ജാസ്മിൻ ഋഷിയായിട്ട് വഴക്കുണ്ടാവുന്നു, ജാസ്മിൻ അഭിഷേകമായിട്ട് വഴക്കുണ്ടാവുന്നു, ജാസ്മിൻ സിജോ ആയിട്ട് വഴക്കുണ്ടാവുന്നു. പിന്നെ തെണ്ട് തട്ടിയെടുത്തിട്ട് സിജോ സ്റ്റിക്ക് തട്ടിയെടുത്തിട്ട് ജാസ്മിനെ ജയിലിലോട്ടാക്കാൻ നോക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു രാജ ടാസ്ക് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പം സീസൺ 4 ദിൽഷയുടെ അതേ സംഭവം തന്നെ അടിപൊളി അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സായിയുടെ സംഭവം ഭയങ്കര ന്യൂട്രലായിട്ട് ഇപ്പം മിണ്ടാതെ പാടണം, ഇരിക്കാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ പോലെയല്ല. ജാസ്മിൻ കയറുമ്പോൾ എന്തായാലും കുരു പൊട്ടിക്കുന്നുള്ള രീതിയിൽ ആണ് കാര്യങ്ങൾ പോവുക. കാരണം ഇത്രയും ആയ സ്ഥിതിക്ക് എല്ലാവർക്കും നല്ലൊരു എനർജി എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ജിൻഡപ്പൻ രാജാവായി കഴിഞ്ഞപ്പോൾ നല്ല തഗ് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അടിപൊട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ജാസ്മിൻ ഉണ്ടാവുമ്പോൾ രാജാവ് ആ ഒരു ഇതിലേക്ക് ആകുമ്പം ആർക്കൊക്കെ പണി കൊടുക്കാൻ പറ്റും അവർക്കൊക്കെ പണി കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കുരു പൊട്ടുന്ന രീതിയിൽ ഉള്ള റൂൾസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഋഷിയും എല്ലാവരുമായിട്ട് അടിപൊട്ടുന്നത്. ഒരു കൂട്ടത്തല്ല അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ദണ്ട് നമ്മുടെ സിജോ തട്ടിയെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ രാജപദവി മുഴുവനും പവർ മുഴുവനും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ഉജ്ജ്വലമായ ടാസ്ക് ഒന്നുമല്ല അതിപ്പോൾ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസ് മീറ്റിങ്ങിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇത് നോർമൽ ടാസ്ക് ആണ്, കണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു ഇതിൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഇതിൽ ഫൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആർഗ്യുമെൻറ്റ് ഹൗ ദേ ആർ ഹാൻഡ്ലിങ്, എന്താണ് വഴക്കിൻ്റെ റീസൺ എന്നൊക്കെ ഉള്ളത് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പിടിച്ചു നിർത്തുന്നതും. അപ്പോൾ എന്തായാലും വൻ അടിയാണ് ഗൈസ്.